Record. Hello guys, welcome back to my YouTube channel Lantern, powered by Asset Management Solution Private Limited. A very happy new year. ഓരോ പുതുവർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ 2021 എത്തിയിരിക്കുന്നു. പക്ഷേ കൊറോണ നമ്മുടെ എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇത്തിരി ചെറിയൊരു വേറെ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സ്റ്റേ ഹോം, സ്റ്റേ സേഫ് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എത്രത്തോളം ഇന്ന് അടുക്കുന്നോ നമ്മൾ നമ്മുടെ കുടുംബത്തിന് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അകന്നാൽ നാളെ നമുക്ക് തീർച്ചയായും ഒരുമിക്കാൻ കഴിയും. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓരോ ന്യൂ ഇയറിലും നമ്മൾ ഓരോ പ്രതിജ്ഞകൾ എടുക്കാറുണ്ട്. ലൈക്ക് ഞാൻ ഇന്ന് ഇത്ര നല്ലത് ചെയ്യും, ഇനി മൊബൈൽ കളിക്കില്ല, അങ്ങനെ പല വിഷയങ്ങളും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ടിപ്പുമായാണ് വന്നിരിക്കുന്നത്. യു ഓൾവേസ് സീ ഇറ്റ്, ബട്ട് 60% ഓഫ് us don't use that. ഞാൻ പറയുന്നത് ബ്രൗസറിനെ കുറിച്ച് തന്നെയാണ്. സോ ടുഡേ ഐ ആം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു എ ന്യൂ ബ്രൗസർ, ഗൂഗിൾ ക്രോം. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരി വരുന്നുണ്ടാവും, കാരണം നമ്മൾ എല്ലാവരും എന്നും യൂസ് ചെയ്യുന്ന ഒരു ബ്രൗസർ തന്നെയാണ് ഗൂഗിൾ. ബട്ട് ഡു യു യൂസ് ദാറ്റ് കറക്റ്റ്ലി? ഡു യു യൂസ് ദാറ്റ് ഇൻ എ പ്രൊഫഷണൽ വേ? ഡു യു ആക്ച്വലി യൂസ് ദം? I don't know. We don't know actually. So I'm going to tell you some things that you see but you don't use. So we are going to start a video titled Know Your Browser Very Well. So let's start the video. Guys, let's open Google Chrome. ഏതൊരു ബ്രൗസർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും മാക്സിമം സൈൻ ഇൻ ചെയ്തിട്ട് ബ്രൗസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഫീച്ചറും അൺലോക്ക് ആവും. ഫോർ എൻ എക്സാമ്പിൾ, കസ്റ്റമൈസിങ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് their logos, I mean like shortcuts, you know. And one more advantage, it's a really good advantage, you can അതായത് നിങ്ങൾക്ക് ഈ ചെയ്ത കസ്റ്റമൈസേഷൻ വേറെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ വേറെ ഒരു ഡിവൈസിൽ പോയി നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെയും ഇത് ലഭിക്കും, അതായത് ഈ കസ്റ്റമൈസേഷൻ ലഭിക്കും. സോ ലെറ്റ്സ് കണ്ടിന്യൂ ഓൺ ദ വീഡിയോ. ഒരു ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിന്റെ മുകളിൽ ടാബ് ബാർ എന്നാണ് ഇതിന് പറയുക. നിങ്ങൾക്കൊരു ടാബ് കാണാൻ കഴിയും, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ. By pressing this plus button, you can open a new tab. I will tell you what's the use of tab. Tab ഉപയോഗിച്ച് നിങ്ങൾക്ക്, in short, നിങ്ങൾക്ക് you can open multiple web pages in one browser. ഒരു ബ്രൗസറിൽ പല വെബ് പേജസ് ഒരുമിച്ച് തുറക്കാൻ കഴിയും. For an example, I am opening WhatsApp in this. My previous tab, I am running YouTube. And I can continue work by changing this. And I can continue watching by changing this. This is a really good feature. And it's also available on almost every browser. Okay. ഇതാണ് ടാബിന്റെ പ്രത്യേകത. ടാബ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, ഒരു ബ്രൗസറിൽ തന്നെ മൾട്ടിപ്പിൾ, അതായത് ഒരുപാട് വെബ് പേജസ് തുറക്കുവാൻ കഴിയും. വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇറ്റ്സ് സിമിലർ ടു ദിസ് ബട്ട് ഇറ്റ്സ് നോട്ട് വൺ. ടു ഓപ്പൺ എ ബ്രൗസർ ഇൻ എ ന്യൂ വിൻഡോ. ഫോർ എൻ എക്സാമ്പിൾ, ഐ എം റണ്ണിങ് ദിസ് ബ്രൗസർ. ഞാനിപ്പോൾ ഈ ബ്രൗസർ ഗൂഗിളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലത്തെ ഒരു ഗൂഗിൾ കൂടി വേണം എങ്കിൽ ഇതിനൊരു ഷോർട്ട് കീ ഉണ്ട്. ആദ്യം ഞാൻ ഹോട്ട് കീ എന്താണെന്ന് പറയാം. ദാറ്റ്സ് വിൽ ബി എ ഗ്രേറ്റ് തിങ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഹോട്ട് കീ എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റിന് വേണ്ടി ഓൺലി കീബോർഡ് യൂസിങ്. മൗസ് ഈസ് നോട്ട് ഫാസ്റ്റർ ദാൻ കീബോർഡ് യൂസർ.
പ്രൊഫഷണൽസ് ഒക്കെ കീബോർഡ് ഓൺലി ചാലഞ്ച് ഒക്കെ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും. അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഹോട്ട് കീസ് ഉപയോഗിക്കുക. Ctrl+T അമർത്തി കഴിഞ്ഞാൽ ന്യൂ ടാബ് ആ പ്ലസ്സിൽ പോയി അമർത്തുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് തുറക്കാൻ കഴിയും. ഐ ക്യാൻ സ്പാം ഇറ്റ്, യുനോ, Ctrl+T അടിച്ച് ഒരുപാട് ടാബുകൾ തുറക്കാൻ കഴിയും വിതൗട്ട് പ്രസിംഗ് ദിസ് പ്ലസ് ബട്ടൺ. യുനോ, ദാറ്റ്സ് എ വെരി ഫാസ്റ്റ് മെത്തേഡ് ടു ഓപ്പൺ മൾട്ടിപ്പിൾ ടാബ്. ഓക്കെ, ഇതുപോലെ ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുതിയ വിൻഡോയിൽ ഒരു പുതിയ ഗൂഗിൾ റൺ ചെയ്യണമെങ്കിൽ Ctrl+N, ന്യൂ വിൻഡോ എന്നത് N പ്ലസ് Ctrl+N, അതാണ് ഇതിന്റെ ഒരു ഹോട്ട് കീ റിമെമ്പർ തിങ്. ഓക്കെ, ഇങ്ങനെ അപ്പോൾ പുതിയ ഒരു ഗൂഗിൾ പുതിയ വിൻഡോയിൽ ഓപ്പൺ ആവും. നമുക്ക് പഴയ വിൻഡോയിൽ തന്നെ പോകണം. അപ്പൊ നമ്മൾ കീബോർഡിൽ Alt Tab, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരും. Don't leave the Alt key until you confirm which one you need to toggle. അതായത് ഒന്നുകൊണ്ട് ചെയ്യാം, Alt ബട്ടൺ ഞെക്കുക, ടാബ് ബട്ടൺ ഞെക്കുക, ടാബ് ബട്ടൺ വിടുക, Alt ബട്ടൺ വിടരുത്. എന്നിട്ട് വീണ്ടും ടാബ് ബട്ടൺ ഞെക്കുക, വീണ്ടും ടാബ് ബട്ടൺ എടുക്കുക. അങ്ങനെ നിങ്ങൾ ടോഗിൾ ചെയ്ത് ഏതിക്കാണോ പോകേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടും കൂടി വിടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ആ പേജിലേക്ക് എത്തുകയും ചെയ്തു, മുമ്പത്തെ പേജ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുകയും ചെയ്യും. കീബോർഡ് യൂസേജിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് ബ്രൗസർ എന്നല്ല, ഏത് ആപ്പിൽ കൂടെയും ഇങ്ങനെ ടോഗിൾ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ ബേസിക് പോയിന്റ്. ഓക്കെ, നമ്മളിപ്പോൾ ടാബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു വലിയ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് സെർച്ച് ബാർ അല്ല, ഇത് അഡ്രസ് ബാർ എന്നാണ് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, അസെറ്റഡ് എന്നതിന്റെ പേര് ഞാൻ ഇവിടെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കൃത്യം അസെറ്റഡിലേക്ക് തന്നെ കൊണ്ടുപോകും. കാരണം എനിക്ക് ഇതിന്റെ കൃത്യമായ പേരും URL അറിയാം. ആൻഡ് ഐ ഓൾസോ വൺ ടൈം യൂസ് ദിസ് Gmail ID to search that. അപ്പോൾ നമ്മൾ മുമ്പ് സെർച്ച് ചെയ്തതോ അതോ നമ്മൾ കൃത്യമായ URL അറിയുകയോ അതിന്റെ പേര് നല്ല കൃത്യമായി അറിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്രസ് ബാർ യൂസ് ചെയ്യുക. ഇത് അഡ്രസ് ബാറും സെർച്ച് ബാറും നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഈ സെർച്ച് ബാറിൽ ഞാൻ ഇപ്പോൾ അസെറ്റഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് അതുപോലെയുള്ള സിമിലർ ആയ ഒരുപാട് കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതായത് ആദ്യമായിട്ടാണ് യൂട്യൂബ് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം, കാരണം വി ഡോണ്ട് ഹാവ് എനി ക്രൈറ്റീരിയ URL. After that, only use search bar. My preference. If you're first time using any website, you can search it. But after that, you need to use the address bar. പിന്നെ ഈ അഡ്രസ് ബാറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സ്പെല്ലിംഗ് അത്ര നന്നായിട്ട് അറിയില്ല, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിങ്ങൾക്ക് സെർച്ച് ബാർ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാൻ അസെറ്റഡ് ഇന്റർനാഷണൽ കൂടി ഒന്നും കൂടി പോവാം. ഇനി അസെറ്റഡ് ഇന്റർനാഷണൽ വെബ്സൈറ്റിൽ പോയി പിന്നെ എനിക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ വെച്ചാൽ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഷോർട്ട് കട്ട് വേണം, ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഈ വെബ്സൈറ്റിൽ വരണം. ഗൈസ്, അതിനും ഒരു വഴിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ അഡ്രസ് ബാറിന്റെ താഴെ കുറെ യൂട്യൂബ്, ICAL, വാട്സാപ്പ് എന്നീ പറഞ്ഞ ഒരുപാട് ആപ്സിന്റെ ലോഗോസ്. അതിനുവേണ്ടി ഈ സ്റ്റാർ ബട്ടൺ അമർത്തണം. നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ മൗസ് കൊണ്ട് അമർത്തിയത് ഈ അഡ്രസ് ബാറിന്റെ റൈറ്റ് സൈഡിലുള്ള സ്റ്റാർ. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ഈ നെയിമിന്റെ സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി ആ വെബ്സൈറ്റിന്റെ നെയിം വരും. അതാണ് നിങ്ങൾക്ക് അതല്ല, ഇപ്പോൾ അത് വലിയ അസെറ്റഡ് അതിന്റെ ലോങ് നെയിമാണ് എഴുതിയത്. അപ്പോൾ എനിക്കിപ്പോൾ അസെറ്റഡ് എന്ന് മതി. അപ്പോൾ ഞാൻ അസെറ്റഡ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഫോൾഡറിൽ നിന്നും ഞാൻ മാറ്റാൻ പ്രിഫർ ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി ഡൺ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ അസെറ്റഡിന്റെ ലോഗോ ഓപ്പൺ ചെയ്തു. ഇനി നിങ്ങളുടെ ജിമെയിലിൽ വെച്ച് ഏതൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്താലും അവിടെ ഈ ലോഗോ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ഇറ്റ്. It will automatically go to assetedinternational.com. It's a website of Assetted Management Solution Private Limited. Okay, ഇതാണ് ഈ ഏരിയയുടെ പ്രോപ്പർട്ടി. ഈ ഏരിയയുടെ പേര് ബുക്ക് മാർക്ക് ബാർ എന്നാണ്. ഈ ഓരോ ലോഗോക്കും പറയാം ബുക്ക് മാർക്ക് എന്നാണ്. ഇനി ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഓൾഡർ ടാബിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ ഈ ജിമെയിൽ ലോഗോ, നമ്മുടെ അക്കൗണ്ടിലെ ലോഗോയാണ്. അതിന്റെ തൊട്ട് സൈഡിൽ ഒരു 9 ഡോട്ട്സ് ലൈക്ക് എ സ്ക്വയർ
പിന്നെ ഇമേജ് ജിമെയിൽ. ജിമെയിൽ എന്താണെന്ന് അറിയാം. ഇമേജ് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ഇമേജസ് പോകും, അതിൽ കൂടെ നിങ്ങൾക്ക് ഇമേജസ് സെർച്ച് ചെയ്യാൻ കഴിയും, ഓൺലി ഇമേജസ്. ഈ ഗൂഗിൾ ആപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിന്റെ ഷോർട്ടർ വേർഷൻ ഈ ബുക്ക് മാർക്ക് ഇതിലുണ്ട്. ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യമായി നമ്മൾ ഗൂഗിളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ലൈക്ക് യൂട്യൂബ്, ജിമെയിൽ, ഡോക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. ഇത് പോരാ, കൂടുതൽ ഗൂഗിൾ ആപ്സ്, അതായത് ഓൾമോസ്റ്റ് ഇൻറ്റയർ ഗൂഗിൾ ആപ്സ് വേണമെങ്കിൽ ഈ ചിഹ്നം ക്ലിക്ക് ചെയ്യാം. ഇത് ഗൂഗിൾ ആപ്സ് ഐക്കൺ ആണ്. അപ്പോൾ ഇതിലെ ലോഡിങ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ ഇന്റർനെറ്റ് സ്പീഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ മിക്ക എല്ലാ ഗൂഗിൾ മാപ്സും കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർ ഫ്രം ഗൂഗിൾ എന്ന ഇതടിച്ച് ഇൻറ്റയർ ഗൂഗിൾ ആപ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമിലർ ആയ സെർച്ച് എഞ്ചിൻ ഓഫ് ഗൂഗിൾ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തും വോയിസ് സെർച്ച് ചെയ്തും നിങ്ങൾക്ക് പോകാം. ഇതിൻ്റെ അടിയിൽ ആഡ് എ ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നെയിം, ഓരോതിൻ്റെയും നെയിം അടിച്ച് അതിൻ്റെ താഴെ അതിൻ്റെ URL പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടാകാം. ഫോർ ആൻ എക്സാമ്പിൾ, I will search YouTube and www.youtube.com and save ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ ഷോർട്ട് കട്ട് ആയി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ it will automatically go to YouTube. You can say a simpler way, another way to save a bookmark under your search bar. Okay, ഇങ്ങനത്തെ ചില ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഈ ഗൂഗിൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. If you sign in, you can use this setting, but if you don't sign in, it will save in your device, I think. നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇങ്ങനെ ഡാർക്ക്, ബ്ലൂ എന്നീ പല ഓപ്ഷൻസും ചെയ്യുവാൻ കഴിയും. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഐ ലൈക്ക് ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇത് കസ്റ്റമൈസ് ഓപ്ഷൻ ഇവിടെയാണ് ഉണ്ടാവുക. ഇത് ടാബിലാണ് ഉണ്ടാവുക, ഗൂഗിൾ സെർച്ച് എഞ്ചിനിലല്ല. ഒരു പുതിയ ടാബ് തുറക്കുക, അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി അസർട്ടഡ് മാനേജ്മെന്റ് സൊല്യൂഷൻ തന്നെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തുന്ന പല ആപ്പും കാര്യങ്ങളും അതെങ്ങനെയാണ് തുറക്കേണ്ടത്, എവിടെയാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ ഈ വീഡിയോയിൽ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് ലീവ് ദിസ് വീഡിയോ, വാച്ച് ദിസ് until ഗൈസ്. ഇപ്പോൾ നമ്മുടെ അസർട്ടഡ് മാനേജ്മെന്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായ അഷ്റഫ് വെള്ളൂരി നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അസർട്ടഡ് ഇന്റർനാഷണലിന്റെ ട്രെയിനിങ് പ്രോഗ്രാമായ ലാൻറ്റേണിൽ എങ്ങനെയാണ് ഈ ആപ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഓവർ ടു യു സർ. അപ്പോൾ മിന്തച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ഇൻ്റർഫേസ് എന്ന് പരിചയപ്പെടുത്തും. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി മാത്രം പറയാം. ഒരു വെബ് ബ്രൗസറിന് അതിനൊരു മൾട്ടിപ്പിൾ ടാബുകൾ തുറക്കാനുള്ള അതിൻ്റെ ഒരു ഏരിയ അതിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. പിന്നീട് അതിനുള്ളത് ഒരു അഡ്രസ് ബാറ്, അതുപോലെ പിന്നീട് പരിചയപ്പെടുത്തിയത് ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാവുന്ന ഒരു ഏരിയ. അതുപോലെ 3 ഹോട്ട് കീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന്, ടാബ് തുറക്കാൻ നമുക്ക് Ctrl+T എന്ന് പറയുന്ന ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഒരു പുതിയ ടാബ് തുറക്കാമെന്നും, ഒരു ബ്രൗസർ വീണ്ടും പുതിയൊരു വിൻഡോയിൽ തുറക്കാൻ Ctrl+N ഉപയോഗിക്കാമെന്നും നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്
ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ബ്രൗസറിൽ ബുക്ക് മാർക്ക് ആഡ് ചെയ്യാനും ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഉദാഹരണത്തിന് ലാൻഡേണിൻ്റെ ട്രെയിനിങ്ങിൻ്റെയും അതുപോലെയുള്ള വർക്കിൻ്റെയും ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് നിരന്തരമായി ഉപയോഗിക്കേണ്ടി വരുന്ന വെബ്സൈറ്റുകൾ. അതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റാണ് GST വെബ്സൈറ്റ്. മറ്റൊരു വെബ്സൈറ്റാണ് PFൻ്റെ വെബ്സൈറ്റ്. അതുപോലെയുള്ള വെബ്സൈറ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പത്രത്തിൻ്റെ വെബ്സൈറ്റുകൾ, ന്യൂസ് ചാനലുകളുടെ വെബ്സൈറ്റുകൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ബുക്ക് മാർക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ട്രെയിനിങ്ങിൻ്റെയും വർക്കിൻ്റെയും ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടുകൾ, അപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ടുകൾ, ഉദാഹരണത്തിന് നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് OneNote. ഈ OneNote, അതേപോലെ തന്നെ ഗൂഗിൾ സ്ലൈഡ്സ്, എക്സൽ ഓൺലൈൻ, ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ടുകൾ നിങ്ങളുടെ ബ്രൗസറിൽ ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളുടേതായ ഒരു സ്റ്റൈലിലുള്ള ഒരു വെബ് ബ്രൗസർ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു പ്രാക്ടിക്കൽ അസൈൻമെൻ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതിൽ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് നമ്മുടെ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമുകളിൽ ലഭ്യമാണ്. അതുപോലെ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് വേണ്ടി അതാത് സമയങ്ങളിൽ നടക്കുന്ന ട്രെയിനിങ്ങുകളിൽ സൂം മുഖാന്തരമുള്ള ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത് ആ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, ഇന്ന് വീഡിയോയുടെ കോർ സബ്ജക്റ്റ്, ആ കണ്ടന്റ് പ്രസന്റ് ചെയ്തത് മിൻതജ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വീഡിയോ പ്രസന്റേഷൻ ഉണ്ടാക്കാനുള്ള അസൈൻമെൻറ്റും അതിനുള്ള അവസരങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.